ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അലോവേര സ്ക്രബ്ബറാണ്. അലോവേര സ്ക്രബ്ബർ എന്ന് പറയുമ്പോൾ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ആണ് അലോവേര. അലോവേര യൂസ് ചെയ്ത് ഒരുപാട് നമുക്ക് സ്ക്രബ്ബർ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ളതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സ്ക്രബ്ബറാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് മുഖേന അറിയിക്കുക. അലോവേര നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ആദ്യം അലോവേര നന്നായിട്ട് വാഷ് ചെയ്യുക. അലോവേര വാഷ് ചെയ്തതിനു ശേഷം അതിന്റെ സൈഡിലുള്ള മുള്ളും പിന്നെ മേൽഭാഗവും ഇങ്ങനെ ക്ലീൻ ആയിട്ട് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത്രയും ജെല്ല്, അലോവേരയുടെ ഇത്രയും ജെല്ല് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ സ്ക്രബ്ബറിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഷുഗർ ആണ്. സോ ഞാൻ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരന്ന പാത്രത്തിൽ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ദെൻ ഈ അലോവേരയുടെ ഈ വശം വെച്ച് ഷുഗറിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യും. ഇങ്ങനെ ഡിപ്പ് ചെയ്യാം. കട്ടിയുള്ള ഷുഗർ അല്ലാതെ കുറച്ചും കൂടെ തരിയായിട്ടുള്ള ഷുഗർ എടുക്കുവാണെങ്കിൽ നമ്മുടെ ഫേസിന് ഒത്തിരി ഇറിറ്റേഷൻസ് വരില്ല. അതിനുശേഷം നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഇങ്ങനെ റബ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് റബ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്ക്രബ് ചെയ്യാൻ നേരത്ത് ഈ ജെല്ലിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഡിപ്പ് ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. ഒത്തിരി ഹാർഷായിട്ട് സ്ക്രബ് ചെയ്യരുത്, സ്മൂത്ത് ആയിട്ട് മാത്രം സ്ക്രബ്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു സ്ക്രബ്ബർ ആട്ടോ ഇത്. എന്റെ ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ ആണ്. സോ നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രബ്ബറാണ്. നമ്മൾ എന്താണോ നമ്മുടെ ഫേസിൽ ചെയ്യുന്നത്, ഒത്തിരി സ്കിൻ കെയറുകളും ഒത്തിരി പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണോ നമ്മൾ നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുന്നത് അത് തന്നെ നമ്മുടെ നെക്കിലും യൂസ് ചെയ്യാം. ഇത് റെസ്റ്റ് ചെയ്യണ സമയം കൂടെ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. ഇത് ഞാനൊരു അലോവേര ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കണേണ്. ഇത് വെച്ച് നമ്മുടെ ഈ സൈഡിൽ ഇത് വെച്ചിട്ട് നമ്മുടെ ഐബ്രോസിനൊക്കെ, ഡ്രൈ ഹെയറും ഡ്രൈ ഐബ്രോസും ഒക്കെയാണ് ഡ്രൈ സ്കാൽപ്പിന് ഏറ്റവും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അലോവേര. ഈ അലോവേര യൂസ് ചെയ്ത് ഐബ്രോസിലൊക്കെ ഒന്ന് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. എന്റെ ഐബ്രോസിലും ഡ്രൈ സ്കാൽപ്പ് വരാറുണ്ട്. സോ ഐബ്രോസ് നന്നായിട്ട് നമുക്ക് കെയർ ചെയ്യണം. അതിന് നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി പതുക്കെ നമുക്ക് ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ഒരു ടർക്കി വെച്ച് ജസ്റ്റ് ഒന്ന് മുഖത്തെ വെള്ളം നോക്കി കൊടുക്കാം. സ്ക്രബ് ചെയ്തതിനു ശേഷം ഇപ്പൊ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്തോളൂ. നല്ലൊരു മാറ്റം ആദ്യത്തെ സ്ക്രബ്ബറിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും.
സോ അത് തുടർന്ന് ചെയ്യാം. കിട്ടുന്ന സമയത്തിലൊക്കെ ഡ്രൈ സ്കിൻ ഉള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. ഈ വീഡിയോ കണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല മാറ്റം വരും. ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ തന്നെ അലോവേര യൂസ് ചെയ്ത് നമുക്ക് വേറെ ഒത്തിരി സ്ക്രബ്ബർ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്കിൻ കെയർ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.